വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ കാണുന്നതൊക്കെ നമുക്കിന്ന് കൊടുക്കാനുള്ള ഓർഡറുകളാണ് കേട്ടോ. നമ്മൾ സോപ്പുകൾ മാത്രമല്ല, അതുപോലെ നമ്മൾ സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസും സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ സോപ്പുകളും ഉണ്ടാക്കി നമ്മൾ 2-3 ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കൊടുക്കാനായിട്ട് റെഡിയാക്കി എടുത്ത് വെച്ചേക്കണതാണ് കേട്ടോ. ഗ്ലിസറിൻ്റെ ബേസ് ഉണ്ട്, ഗോട്ട് മിൽക്കിൻ്റെ ബേസ് ഉണ്ട്, ഷിയ ബട്ടറിൻ്റെ ബേസ് ഉണ്ട്. ബേസുകൾ ഈ 3 ടൈപ്പാണ് കേട്ടോ നമ്മളിപ്പോൾ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 2.5 കിലോത്തിൻ്റെ അടുത്ത് ബേസ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പലതും പല ആൾക്കാർക്ക് കൊടുക്കാനുള്ളതാണ് കേട്ടോ. ഇനി ഓരോരുത്തർക്ക് കൊടുക്കാനുള്ള രീതിയിൽ നമുക്കിനി ഓർഡറൊക്കെ ആയിട്ട് വെക്കേണ്ടതുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഓർഡർ അനുസരിച്ച് എല്ലാ ഐറ്റംസും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് ഷിയ ബട്ടറിൻ്റെ ബേസാണ് കേട്ടോ. ഇത് 1 കിലോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഷിയ ബട്ടറിൻ്റെ ബേസ് 2 കിലോ നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 1 കിലോയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഗോട്ട് മിൽക്കിൻ്റെ ബേസ് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇനി നമ്മൾ പാക്ക് ചെയ്ത് ഓരോരുത്തർക്ക് ഏത് രീതിയിലാണ് കൊടുക്കേണ്ടതെന്നൊക്കെ ഉള്ളതൊക്കെ നോക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഓർഡർ നോട്ട്ബുക്കിൽ എഴുതി വെക്കും, ആർക്കൊക്കെ എന്തൊക്കെ ഐറ്റംസാണ് വേണ്ടതെന്നൊക്കെ ഉള്ളത്. എന്നിട്ട് തരം തിരിച്ചെടുത്ത് വെക്കുകയാണ് കേട്ടോ. ഇത് ഗോട്ട് മിൽക്കിൻ്റെ ബേസാണ് കേട്ടോ. നമ്മുടെ അടുത്ത് നിന്ന് ബേസൊക്കെ മേടിച്ച് ഉണ്ടാക്കുന്ന കൂട്ടുകാർക്ക് അറിയായിരിക്കും ബേസിനെ കുറിച്ചുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ബേസാണ്, പാരബൺ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ബേസാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ബേസുകൾ ഇത്രയാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ലിക്വിഡായിട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത്. ഇത്ര ഐറ്റംസാണ് കേട്ടോ നമുക്ക് ലിക്വിഡ് ഇന്ന് കൊടുക്കാനുള്ള ഐറ്റംസ്. ഇതിൽ കളറുകൾ തന്നെ അത്യാവശ്യം കുറച്ചധികം ഉണ്ട്. ഇതിലിപ്പോൾ മെയിനായിട്ടും റെഡ് വന്നിട്ടുണ്ട്, ഗ്രീൻ ഉണ്ട്, യെല്ലോ ഉണ്ട്, പിങ്ക് ഉണ്ട്, ലാവണ്ടർ ഉണ്ട്, ഓറഞ്ച് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ കളറുകളൊക്കെ. ഓൾമോസ്റ്റ് എല്ലാ കളറുകളും ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ആവശ്യത്തിന് നമ്മൾ വെച്ചേക്കുകയാണ്. ചിലർ 20 ml പറഞ്ഞിട്ടുണ്ട്, പിന്നെ അതുപോലെ 10 ml പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കോസ്മെറ്റിക് ഗ്രേഡ് ആയിട്ടുള്ള ലിക്വിഡ് കളറുകളാണ് കേട്ടോ വരുന്നത്. നമ്മളെപ്പോഴും സോപ്പ്, അതുപോലെ തന്നെ ഫേസ് വാഷ്, ഷാമ്പു അങ്ങനത്തെ ഐറ്റംസിലൊക്കെ കളറുകളൊക്കെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പൗഡർ ഫോമിലുള്ള കളറുകളൊന്നും ദയവായി ആഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഫുഡ് കളറും ആഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. നമുക്കിതിന് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള കളറുകളൊക്കെ കിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായിരുന്നത് ഇത് റബ്ബിംഗ് ആൽക്കഹോളാണ് കേട്ടോ. 100 ml ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ 50 ml ഉണ്ടായിരുന്നു കേട്ടോ. റബ്ബിംഗ് ആൽക്കഹോൾ മെയിനായിട്ട് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോപ്പൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ വരുന്ന പതയുണ്ടല്ലോ, ആ ഒരു പത റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് റബ്ബിംഗ് ആൽക്കഹോൾ യൂസ് ആക്കുന്നത്. അപ്പോൾ അത് 2 ബോട്ടിലുണ്ടായിരുന്നു. പിന്നെ ഇത് വെച്ച് ഗ്ലിസറിൻ ആട്ടോ. ഗ്ലിസറിൻ 100 ml ബോട്ടിലുണ്ടായിരുന്നു, അതുപോലെ തന്നെ 50 ml ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് രണ്ടും സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഫ്രാഗ്രൻസ്, ബേബി ഫ്രാഗ്രൻസ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് 25 ml ബോട്ടിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഉണ്ടായിരുന്ന ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത് മസ്കിൻ്റെ ആണ്. മസ്കിൻ്റെയും 25 ml ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റി വരുന്നത് 25 ml ആണ് കേട്ടോ ഫ്രാഗ്രൻസ്. പിന്നെ ഇതെന്ന് പറയുന്നത് പ്രിസർവേറ്റീവ് ആണ്. പ്രിസർവേറ്റീവ് നമ്മുടെ ഇപ്പോൾ ഇതുള്ളത് ഫിനോക്സി എത്തനോളാണ് കേട്ടോ. അപ്പോൾ അത് 25 ml ആണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉണ്ടായിരുന്നെന്ന് പറയുന്നത് DM വാട്ടറാണ്. ഇത് 2 ലിറ്ററിൻ്റെ അടുത്ത് DM വാട്ടർ ഉണ്ടായിരുന്നു. രണ്ടും രണ്ടായിട്ടാണ് കേട്ടോ പാക്ക് ചെയ്തിരിക്കുന്നത്. ഓരോ ലിറ്റർ ആയിട്ടാണ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് രണ്ടും ആണ് കേട്ടോ. വലിയ കുപ്പിയിൽ കാണുന്ന രണ്ടും DM വാട്ടറാണ്. മിനറലൈസ്ഡ് വാട്ടർ അല്ലെങ്കിൽ അയോണൈസ്ഡ് വാട്ടർ എന്ന് പറയും. ഇത് മെയിനായിട്ട് നമ്മൾ ഫേസ് വാഷ്, ഷാമ്പു അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ടും ഈ DM വാട്ടർ യൂസ് ആക്കുന്നത്. അതുപോലെ തന്നെ എക്സ്ട്രാക്റ്റ് ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് ഷാമ്പൂവിൻ്റെ ബേസാണ് കേട്ടോ. ഇത് 500 ml ആണ് വരുന്നത്. സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ട്രാൻസ്പെറൻറ്റ് ഷാമ്പൂ ബേസാണത്. പിന്നെ ഉണ്ടായിരുന്നെന്ന് പറയുന്നത് ക്ലിങ് ഫിലിം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇത് അലോവേരയുടെ ജെല്ലാണ് കേട്ടോ. ഇത് 50 ഗ്രാമാണ് വരുന്നത്. 50 ഗ്രാമും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ 100. ഇത് 100 ഗ്രാമിൻ്റെ ആട്ടോ വരുന്നത്. അപ്പോൾ 100 ഗ്രാമിൻ്റെ അലോവേരയുടെ ജെല്ല് അത് രണ്ടും അങ്ങനെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ക്ലിങ് ഫിലിം വരുന്നത്, നമ്മൾ സോപ്പൊക്കെ റാപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഫേസ് വാഷ്, ഇത് പപ്പായയുടെ ഫേസ് വാഷാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് നമ്മൾ ലേബലും കാര്യങ്ങളെല്ലാം ഒട്ടിച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് സോപ്പ്, ഒരു 3 സോപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ആ ഒരു പച്ച കളർ കാണുന്നത് കുപ്പൈമീനയുടെ സോപ്പാണ് കേട്ടോ. നല്ല റിസൾട്ടുള്ള സോപ്പാണ് കേട്ടോ കുപ്പൈമീന എന്ന് പറയുന്നത്. നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ചൊറിച്ചൽ, ഇറിറ്റേഷൻസ് പോലുള്ള പ്രശ്നങ്ങൾ, കുരുക്കൾ, മുഖക്കുരുക്കെ വന്നതിൻ്റെ പാടുകൾ, അതൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് വളരെയധികം നല്ലതാണ്. ഇതിലിപ്പോൾ കുപ്പൈമീനയുടെ ലീഫ് വെച്ചിട്ട് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഫ്രാഗ്രൻസ് ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ മഞ്ചിഷ്ടയുടെ സോപ്പ് ഉണ്ടായിരുന്നു. ആ 3 സോപ്പിലും ഫ്രാഗ്രൻസ് ഒന്നും ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമുക്കിന്ന് ഉണ്ടായിരുന്ന ഓർഡർ എന്ന് പറയുന്നത്.
പിന്നെ അതിലെ ലിക്വിഡ് ഐറ്റംസിലെല്ലാം നമ്മൾ വീണ്ടും ഒരു ടേപ്പ് വെച്ച് ചുറ്റിയിട്ടുണ്ടായിരുന്നു, ലീക്കൊന്നായി പോകരുതല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാ ലിക്വിഡിലും നമ്മളിതുപോലെ ടേപ്പ് വെച്ച് ചുറ്റിയിട്ടുണ്ട്. പിന്നെയും നമ്മളത് പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ടാണ് കേട്ടോ പാക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അതവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും കൊടുക്കാനുള്ളത് നമുക്ക് സെപ്പറേറ്റ് ആയത് വെക്കേണ്ടതുണ്ട്. ഇതിപ്പോൾ ടോട്ടൽ എല്ലാം കൂടി എടുത്ത് വെച്ചേക്കണതാണ്. ഇതിപ്പോൾ ഓരോരുത്തർക്ക് കൊടുക്കാനുള്ളത് നമ്മൾ സെപ്പറേറ്റ് ആക്കി വെച്ചേക്കണതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് പാക്ക് ചെയ്ത് കവറിലൊക്കെ ആക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഒരാൾക്ക് കൊടുക്കാനുള്ളതാണ് കേട്ടോ. ഇതിൽ റബ്ബിംഗ് ആൽക്കഹോൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരു 3-4 ടൈപ്പ് കളറുകൾ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ പ്രിസർവേറ്റീവ് വന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഗോഡ് മിൽക്കിൻ്റെ ബേസ് 1 കിലോയും ഷിയ ബട്ടറിൻ്റെ ബേസ് 1 കിലോയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്രയും ഒരു കസ്റ്റമർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസുകളെല്ലാം വീണ്ടും കവറിലാക്കി പാക്ക് ചെയ്യും, അതുപോലെ തന്നെ ഫ്രാഗ്രൻസും എല്ലാം കൂടിയിട്ട് കവറിലാക്കി പാക്ക് ചെയ്തിട്ടാണ് നമ്മൾ ബോക്സിലാക്കാനായിട്ട് പോകുന്നത് കേട്ടോ. പിന്നെ ഇത്രയും ഒരു കസ്റ്റമർക്കുള്ളതാണ്. അതിൽ 500 ഗ്രാമിൻ്റെ ഗ്ലിസറിൻ ബേസ്, 500 ഗ്രാമിൻ്റെ ഗോഡ് മിൽക്കിൻ്റെ ബേസ് ഉണ്ടായിരുന്നു, പിന്നെ ബേബി ഫ്രാഗ്രൻസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കളറുകൾ 10 ml 2 ബോട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, വെജ് ഗ്ലിസറിനും പിന്നെ അലോവേരയുടെ ജെല്ലും. പിന്നെ ഇത് വേറൊരു കസ്റ്റമർക്കുള്ളതാണ്. അതിൽ 500 ഗ്രാമിൻ്റെ അടുത്ത് ഷാമ്പൂവിൻ്റെ ബേസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഗ്രീൻ കോസ്മെറ്റിക് ഗ്രേഡ് ആയിട്ടുള്ള ലിക്വിഡ് കളറും ഉണ്ടായിരുന്നു കേട്ടോ, 20 ml. പിന്നെ ഇത് വേറൊരു കസ്റ്റമർക്കുള്ളതാണ്. ഇതിൽ പപ്പായയുടെ ഫേസ് വാഷ് 100 ml പിന്നെ അലോവേരയുടെ ജെല്ല് 100 ഗ്രാമാണ് വന്നത്. ഇത് വേറൊരു കസ്റ്റമർക്കുള്ളതാണ്. ഇതിൽ കുപ്പേമീനയുടെ സോപ്പ് 100 ഗ്രാമിൻ്റെ 2 എണ്ണവും മഞ്ചിഷ്ടയുടെ സോപ്പ് 1 എണ്ണവും. പിന്നെ ഇത് വേറൊരു കസ്റ്റമർക്കുള്ളതാണ്. ഇതിൽ 2 ലിറ്റർ DM വാട്ടർ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ഗ്ലിസറിൻ 100 ml അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ റബ്ബിംഗ് ആൽക്കഹോൾ വന്നിട്ടുണ്ടായിരുന്നു 100 ml. പിന്നെ ഇതെന്ന് പറയുന്നത് മസ്കിൻ്റെ ഫ്രാഗ്രൻസ് ആണ്. അതുപോലെ തന്നെ പിന്നെ വന്നിട്ടുണ്ടായിരുന്നെന്ന് പറയുന്നത് ബേസും ഷിയ ബട്ടറിൻ്റെ ബേസും, അതുപോലെ തന്നെ 2 കിലോത്തിൻ്റെ അടുത്ത് ഗ്ലിസറിൻ്റെ ബേസ് ക്ലിങ് ഫിലിം ആണ് വന്നിട്ടുണ്ടായിരുന്നത്. ബേസുകൾ രണ്ടും ഇനി വേറൊരു കവറിലാക്കാണ്. ഇപ്പം മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ കവർ ചെയ്യണം. മഴക്കാലം അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെയാണ് കവർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ക്ലിങ് ഫിലിം വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. വീണ്ടും ഇതുപോലത്തെ പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഫ്രാഗ്രൻസും നമ്മളൊരു കവറിലാക്കി പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ഒരു രീതിയിലായിരിക്കും കേട്ടോ നമ്മൾ പാക്ക് ചെയ്തിട്ട് ഇനി ബോക്സിലാക്കാനായിട്ട് പോകുന്നത്. ഇത്രയും ഒരാൾക്ക് കൊടുക്കാനുള്ള ബോക്സിൽ നമ്മളിനി ആക്കാൻ പോവുകയാണ്. പിന്നെ ഉണ്ടായിരുന്നത് ഇത് കുപ്പേമീനയുടെ സോപ്പായിരുന്നു. ഇതിൽ നമ്മൾ വേറെ ഫ്രാഗ്രൻസോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല. ഗ്ലിസറിൻ അതുപോലെ തന്നെ കുപ്പേമീനയുടെ ജ്യൂസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ റോസ് വാട്ടർ ചേർത്തിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ വൈറ്റമിൻ ഇ ചേർത്തിട്ടുണ്ടായിരുന്നു. ഫ്രാഗ്രൻസ് പ്രത്യേകം നമ്മുടെ അടുത്ത് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്രാഗ്രൻസ് ഒന്നും വേണ്ട എന്നുള്ളത്. അതുപോലെ തന്നെ മഞ്ചിഷ്ടയുടെ സോപ്പും ഉണ്ടായിരുന്നു. മഞ്ചിഷ്ടയുടെ സോപ്പിലും നമ്മൾ ഫ്രാഗ്രൻസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. മഞ്ചിഷ്ടയുടെ പൗഡർ, വെജ് ഗ്ലിസറിൻ, റോസ് വാട്ടർ, അതുപോലെ തന്നെ വൈറ്റമിൻ ഇ, ഇങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് അതിൽ ചേർത്തിരിക്കുന്നത്. ഈ ഒരു കുപ്പേമേനയുടെ സോപ്പ് നമ്മൾ മുൻപ് ഇട്ടിട്ടുള്ളതാണ് വീഡിയോ. അതിൽ ആദ്യത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളൊരു ഡോണറ്റിൻ്റെ ആയിരുന്നു. അതിൽ കുപ്പേമേനയുടെ ലീഫ്, അതുപോലെ തന്നെ ആര്യവേപ്പ്, പിന്നെ അലോവേരയുടെ ജെല്ലി ഇത് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ രണ്ടാമത് ഉണ്ടാക്കിയത് നമ്മൾ മഞ്ഞളൊക്കെ ആഡ് ചെയ്തിട്ടാണ്. ഓരോരുത്തർ പറയണ അനുസരിച്ചാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഒരു കളർ തന്നെ നോക്കിക്കുക, നല്ലൊരു ഗ്രീനാണ് വന്നിരിക്കുന്നത്. ഇതിൽ നമ്മൾ എക്സ്ട്രാ കളറുകളോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ആ ഒരു ജ്യൂസിൻ്റെ നാച്ചുറലായിട്ടുള്ള കളറാണ് ഇതിൽ നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മഞ്ചിഷ്ടയുടെ സോപ്പ് ഉണ്ടായിരുന്നു, അത് പൗഡർ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് പപ്പായയുടെ ഫേസ് വാഷാണ്. കൺസിസ്റ്റൻസി ഈ ഒരു രീതിയിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്നത് മെയിനായിട്ടും എക്സ്ട്രാക്ട് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ DM വാട്ടർ, വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂള്, പിന്നെ ഫ്രാഗ്രൻസ് പപ്പായയുടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കളറ് കോസ്മെറ്റിക് ഗ്രേഡ് ആയിട്ടുള്ള ലിക്വിഡ് ഓറഞ്ച് കളറും പിന്നെ പ്രിസർവേറ്റീവും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഒരു ചെറിയൊരു പാക്കിങ്ങിൽ ഉണ്ടായിരുന്ന ഐറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസുകൾ, അതുപോലെ തന്നെ സോപ്പുകൾ, ഫേസ് വാഷ്, ഷാമ്പു അങ്ങനത്തെ ഐറ്റംസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. നമ്മൾ പോസ്റ്റ് വഴിയും അയച്ചു കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ DTDC വഴിയും അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഫൈനൽ ലുക്ക് ഇതായിരുന്നു കേട്ടോ നമ്മുടെ ഓരോ പ്രൊഡക്റ്റിൻ്റെയും നമ്മൾ പാക്ക് ചെയ്തപ്പോൾ വന്നിട്ടുണ്ടായിരുന്നത്.